ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ഇഞ്ചി കറി ഉണ്ടാക്കിയാലോ. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 200 ഗ്രാം ഇഞ്ചി ഞാൻ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ നിറമാവുന്നത് വരെ, നല്ല മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, കാരണം ഇഞ്ചി എരിവുള്ളതാണല്ലോ, അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നിറം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എണ്ണ ചൂടാക്കാം. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇത്ര ഉള്ളൂ. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.